ഓം ശ്രീഗുരുഭ്യോ നമഃ. സർവസംശയച്ഛേത്താരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ആത്മോപദേശ ശതകത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ആത്മാവിനെ എവിടെയാണ് കണ്ടെത്തേണ്ടത്, എവിടെയാണ് അതിനെ തിരയേണ്ടത്, തിരഞ്ഞു തേറിടേണം എന്നാണ് ഗുരുദേവൻ രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നത്. എവിടെയാണ് അന്വേഷിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, പരവെളിയിൽ ഉയർന്നിരിക്കുന്ന ഭാനുമാൻ തൻ തിരുവുരുവ്. പരവെളി ചിദാകാശം എന്നർത്ഥം. ആ ചിദാകാശം തന്നെയാണ് ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം. അത് ഹൃദയാന്തർഭാഗത്താണ് പ്രകാശിക്കുന്നത്. അതുകൊണ്ട് അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ് അതിനെ തിരഞ്ഞ് അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. പരമകാരണമായ ശുദ്ധബോധം ബുദ്ധിക്കും അപ്പുറം ആണ് എന്നാണല്ലോ വേദാന്ത നിഗമനം. വേദാന്തത്തിൻ്റെ തീരുമാനം ആത്മാവ് പുറത്തന്വേഷിക്കപ്പെടേണ്ട ഒന്നല്ല, അവനവൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് അതിനെ കണ്ടെത്തേണ്ടത്. ഭഗവാൻ ഗീതയിൽ ഇങ്ങനെ പറയുന്നു. ഭഗവത്ഗീതയിലെ 3-ാം അധ്യായമായ കർമ്മയോഗത്തിലെ 42-ാമത്തെ ശ്ലോകത്തെ വ്യാഖ്യാതാവ്, അതായത് ബാലകൃഷ്ണൻ നായർ സാറ് ഈ സന്ദർഭത്തിൽ ഉദ്ധരിക്കുകയാണ്. ഇന്ദ്രിയാണി പരാണ്യാഹുരിന്ദ്രിയേഭ്യഃ പരം മനഃ മനസസ്തു പരാ ബുദ്ധിർയോ ബുദ്ധേഃ പരതസ്തു സഹ. ഇന്ദ്രിയങ്ങൾക്കപ്പുറമാണ് മനസ്സ്. ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് മനസ്സ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് മനസ്സാണ്. മനസ്സിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവയാണ് ഇന്ദ്രിയങ്ങൾ. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെക്കാളും സൂക്ഷ്മമാണ്, ഇന്ദ്രിയങ്ങളെക്കാളും ശക്തി കൂടുതൽ മനസ്സിനുണ്ട്. ഈ മനസ്സിനും അപ്പുറമാണ് ബുദ്ധി. അത് മനസ്സിൻ്റെ തന്നെ മറ്റൊരു പ്രവൃത്തിവിശേഷമാണ്, വൃത്തിവിശേഷമാണ് ഈ ബുദ്ധി. അത് മനസ്സിനെയും അതിക്രമിച്ചു നിൽക്കുന്നു. ബുദ്ധിക്കും അപ്പുറമാണ് പരമാത്മതത്വം. ബുദ്ധിക്ക് അപ്പുറത്ത് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്തത്, ബുദ്ധി കൊണ്ട് പോലും ഗ്രഹിക്കാൻ കഴിയാത്തതാണെങ്കിൽ പിന്നെ അതിനെ എങ്ങനെയാണ് നാം മനസ്സിലാക്കുക? എന്തിനേയും നമ്മൾ അറിയുന്നത്, വിശകലനം ചെയ്ത് മനസ്സിലാക്കുന്നത് ബുദ്ധിയുടെ സഹായത്തോടു കൂടിയാണ്. ബുദ്ധിക്ക് പോലും പിടികിട്ടാത്ത ഈ ആത്മതത്വത്തെ എന്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ കണ്ടെത്തുക എന്ന് ചോദിച്ചാൽ, സൂക്ഷ്മമായ ബുദ്ധിയുടെ സഹായത്തോടു കൂടി വേണം ഈ ആത്മതത്വത്തെ കണ്ടെത്താൻ. അജ്ഞാന കലുഷിതമായ ബുദ്ധി കൊണ്ട് ഈ ആത്മാവിനെ അറിയാൻ സാധ്യമല്ല. അജ്ഞാനം കലർന്ന ബുദ്ധിക്ക് വിഷയമാകുന്നതല്ല ഈ ആത്മാവ്. അതുകൊണ്ടാണ് ബുദ്ധിക്കും അപ്പുറമാണ് പരമാത്മതത്വം എന്ന് പറഞ്ഞത്. ഉപനിഷത്തുകൾ എന്താണ് പറയുന്നതെന്നറിയാമോ? ദൃശ്യതേ ത്വഗ്രേയാ ബുദ്ധ്യാ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭിഃ. സൂക്ഷ്മദർശികൾ സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് ഈ ആത്മാവിൻ്റെ സ്വരൂപത്തെ വേണ്ടവണ്ണം മനസ്സിലാക്കുന്നു. അപ്പോൾ സൂക്ഷ്മമായ അല്ലെങ്കിൽ ഏകാഗ്രപ്പെടുത്തപ്പെട്ട ബുദ്ധിക്ക് ഈ ആത്മതത്വത്തെ കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല. അതിനെ ആദ്യം സാക്ഷാത്കരിക്കേണ്ടത് അന്തർമുഖമായി മനസ്സിനെയും ബുദ്ധിയെയും കടന്നാണ്. ഇപ്പോൾ നമ്മുടെ പക്കലുള്ള മനസ്സ് കലുഷിതമാണ്, ചഞ്ചലമാണ്, ബുദ്ധിയിൽ അജ്ഞതയും വ്യാപിച്ചിരിക്കുന്നു. ഈ മനോബുദ്ധികളെ ശുദ്ധീകരിച്ചാൽ ആ ഉപകരണങ്ങളെ നമുക്ക് കടന്നു ചെല്ലാൻ പറ്റും. അതുകൊണ്ടാണ് ബുദ്ധിക്കും അപ്പുറമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴുള്ള ബുദ്ധി എന്ന് പറഞ്ഞാൽ ആത്മതത്വം എന്താണെന്ന് ഒരു എത്തും പിടിയും കിട്ടാത്ത, ലൗകിക വിഷയങ്ങളെ മാത്രം അറിഞ്ഞ് ശീലിച്ചിട്ടുള്ള സാധാരണ മനുഷ്യബുദ്ധിക്ക് പിടികിട്ടാത്തതാണ് ആത്മതത്വം. ആ ബുദ്ധിയുടെയും അപ്പുറത്താണ് ആത്മാവ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഏകാഗ്രപ്പെടുത്തപ്പെട്ട ബുദ്ധിക്ക്, കേന്ദ്രീകൃതമായ ബുദ്ധിക്ക് ഈ ആത്മതത്വത്തെ വ്യക്തമായും അറിയാൻ പറ്റും. അജ്ഞാനത്താൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് തൽക്കാലം സർവത്ര അത് അനുഭൂതി വിഷയമാകാത്തത്. അജ്ഞാന മറ അതെവിടെയാണെന്ന് ചോദിച്ചാൽ ബുദ്ധിയിലാണ്. ബുദ്ധിയെയാണ് അജ്ഞാനം മറച്ചിരിക്കുന്നത്. ഈ അജ്ഞാനം എന്നൊന്നുണ്ടോ? എന്തിനാണ് ഈ അജ്ഞാനത്തെ നാം അംഗീകരിക്കേണ്ടത്? എല്ലാറ്റിനെയും കുറിച്ചും അറിയുന്നവരല്ലേ? കുറേ കാര്യങ്ങൾ നമുക്കറിയാം. പല വിഷയങ്ങളും പഠിച്ചിട്ടുള്ളവരാണ്, കണ്ടും കേട്ടും കൊണ്ടും ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള നമ്മുടെ ഉള്ളിൽ ഈ അജ്ഞാനം എന്നൊന്നുണ്ട് എന്ന് എന്തിനംഗീകരിക്കണം?
എന്ന് ചോദിച്ചാൽ ആത്മാവ് എന്താണ് എന്ന ചോദ്യത്തിന് അതിനെ ഞാൻ വ്യക്തമായി അറിയുന്നു, അതിൻ്റെ സ്വരൂപം സച്ചിദാനന്ദമാണ് എന്ന് പറയാൻ സാധാരണ ജനങ്ങൾക്ക് സാധ്യമല്ല. കാരണം താൻ ആരാണ് എന്നുള്ള അറിവ് അജ്ഞാനികൾക്കില്ല. അതുകൊണ്ടാണ് അവരുടെ ഉള്ളിൽ അജ്ഞാനമുണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ആരാണ്, എന്തിന് ഈ ലോകത്തിൽ വന്നു, ഇവിടെ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത്, ഇങ്ങനെയുള്ള ഒരു ചോദ്യത്തിനും സാധാരണക്കാരുടെ പക്കൽ ഉത്തരമില്ല. ഈ ആത്മാവ് എന്നൊന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതെന്താണത് എന്നാണ് പലരും ചോദിക്കുക. എടോ അത് നീ തന്നെ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊട്ടും മനസ്സിലാകുന്നുമില്ല. ആത്മാവാണ് ഓരോ ശരീരത്തിലും ഞാൻ ഞാൻ എന്ന അനുഭവമായി പ്രകാശിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും അതെന്താണെന്ന് പലർക്കും പിടികിട്ടുന്നില്ല. ആ ആത്മാവിനെ അറിയാതിരിക്കുന്ന അവസ്ഥ, അതിനെ വേണ്ടവണ്ണം മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയെയാണ് വാസ്തവത്തിൽ അജ്ഞാനം എന്ന് പറയുന്നത്. അത് ആത്മാവിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ആത്മതത്വം എന്താണ് എന്ന് പിടികിട്ടാതിരിക്കുന്ന അവസ്ഥയാണ് അജ്ഞാനം. നമുക്ക് ആത്മതത്വം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ അജ്ഞാനം ഉണ്ട് എന്ന് തന്നെ സമ്മതിക്കണം. അതുകൊണ്ട് അജ്ഞാനത്താൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ബുദ്ധി. അതുകൊണ്ടാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിനെ നമുക്ക് അറിയാൻ കഴിയാത്തത്. ഒരു തത്വം സർവത്ര വ്യാപിച്ചിരിക്കുന്നു, എന്നിട്ടും എന്തുകൊണ്ട് മനുഷ്യർ അതിനെ മനസ്സിലാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ മറ പുറത്തല്ല, മറ ഉള്ളിലാണ്. ബുദ്ധിയെയാണ് ഈ അജ്ഞാനം ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പുറം വിഷയങ്ങളെ നമ്മൾ വേണ്ട പോലെ കാണുന്നുണ്ടെങ്കിലും വിശകലനം ചെയ്യുന്നുണ്ടെങ്കിലും അവയെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിലുള്ള ആത്മതത്വം ഞാനായി പ്രകാശിക്കുന്നത് എന്ത് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ അജ്ഞാനമുണ്ട്. അജ്ഞാനത്താൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് തൽക്കാലം സർവത്ര അത് അനുഭൂതി വിഷയമാകാത്തത്. നമ്മുടെ അനുഭവത്തിൽ അത് പ്രകാശിക്കുന്നില്ല എന്നുള്ള ഒരു കുറവേ ഉള്ളൂ. അത് എല്ലായിടത്തും ഉണ്ട്. സകലതിൻ്റെയും അകത്തും പുറത്തും അത് വ്യാപിച്ച് നിൽക്കുന്നു. എനിക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല. ആ ഒരു പരാതി മാത്രമേ നമുക്കുള്ളൂ. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മറ ഉള്ളിലായതുകൊണ്ടാണ്. ആത്മാവിന് വാസ്തവത്തിൽ ഒരു തരത്തിലുള്ള മറയുമില്ല. അത് സദാ സർവത്ര ഇടതൂർന്ന് നിൽക്കുന്നതാണ്, പ്രകാശിച്ചു നിൽക്കുന്നതാണ്. എന്നിട്ടും എന്തുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനെ മറയ്ക്കുന്നത് അജ്ഞാനമാണ്. ആ അജ്ഞാനം നമ്മുടെ ബുദ്ധിയുടെ ഉള്ളിൽ തന്നെയാണ്. ബുദ്ധി ഉപയോഗിച്ചാണ് നമ്മൾ മറ്റു പലതിനെയും ചിന്തിച്ച് മനസ്സിലാക്കി ഒന്നിൻ്റെ സ്വഭാവത്തെയൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ ആ ബുദ്ധിയുടെ ഉള്ളിൽ തന്നെയാണ് ഈ അജ്ഞാനവും കടന്നുകൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ആ അജ്ഞാനത്തെ ഉള്ളിൽ നീക്കിയാലല്ലാതെ ആത്മാവിനെ അറിയാൻ സാധ്യമല്ല. തിമിരം പോലെയാണ് ഈ അജ്ഞാനത്തിൻ്റെ സ്ഥിതി. തിമിരം കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. കാറ്ററാക്ട് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ആ തിമിരം ബാധിച്ച ഒരാൾ അയാൾ വസ്തുക്കളെല്ലാം അവ്യക്തമായി മാത്രമേ കാണൂ. ഒരു അവ്യക്തതയുണ്ടാവും. ഒരു മൂടൽമഞ്ഞിൻ്റെ ഇടയിലൂടെ നോക്കുന്നത് പോലെ എല്ലാം അവ്യക്തമായിട്ട് ഒരു പുക പോലെ മാത്രമേ അയാൾക്ക് വസ്തുക്കളെ കാണാൻ പറ്റൂ. ഇപ്പോൾ അയാളുടെ കാഴ്ച വ്യക്തമാകാതിരിക്കുന്നത് വസ്തുക്കൾ അവ്യക്തമായതുകൊണ്ടല്ല. അയാളുടെ തകരാറെന്ന് പറയുന്നത് അയാളുടെ കണ്ണിലാണ്. കണ്ണിലെ കാറ്ററാക്ട് അല്ലെങ്കിൽ തിമിരം എന്ന രോഗമാണ് അയാളുടെ കാഴ്ചയ്ക്ക് വിഘാതമായിരിക്കുന്നത്. അതുപോലെ എവിടെയും നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രകാശസ്വരൂപമായ ആത്മതത്വത്തെ ജീവന്മാർ അറിയാതിരിക്കാൻ കാരണം അവരുടെ തന്നെ ഉള്ളിലുള്ള അജ്ഞാനം എന്ന മറ അല്ലെങ്കിൽ ആ രോഗം, അതൊരു രോഗമാണ്. ആ രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കിയാൽ ആത്മാവ് എങ്ങും വ്യാപിച്ചു നിൽക്കുന്നതായി അറിയാൻ പറ്റും. അതുകൊണ്ട് അജ്ഞാനത്തെയാണ് നാം അകറ്റേണ്ടത്. സ്വരൂപ വിസ്മരണ രൂപത്തിലുള്ള അജ്ഞാനത്തെ അകറ്റാൻ ഭൗതിക സങ്കല്പങ്ങളെ ഉപേക്ഷിച്ച് ബുദ്ധിയെ അതിൽ തന്നെ ധ്യാനം കൊണ്ട് ഏകാഗ്രപ്പെടുത്തുക. ഏകാഗ്രതയാണ് ആത്മാവിനെ കണ്ടെത്താൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. അജ്ഞാനം ആത്മതത്വത്തെ മറച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അജ്ഞാനം എന്ന് പറയുന്നത് ആത്മവിസ്മരണം തന്നെയാണ്. തന്നെ മറന്നുപോയിരിക്കുന്നു. താൻ ആരാണ് എന്നുള്ള സത്യത്തെ ഏതാണ്ട് വിസ്മരിച്ചിരിക്കുന്നു.
അതുകൊണ്ടാണ് താൻ ആത്മാവാണ് എന്ന് അറിയാൻ കഴിയാതിരിക്കുന്നത്. ഇപ്പോൾ ഈ മറവി അതൊരു രോഗമാണ്. മറവി രോഗം, അതിനെയാണ് ഇംഗ്ലീഷിൽ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഒരു 80-90 വയസ്സൊക്കെ ആകുമ്പോഴേ ഈ വിസ്മൃതി അല്ലെങ്കിൽ ഡിമെൻഷ്യ എന്നുള്ള രോഗം മനുഷ്യരെ ബാധിക്കുമായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. ഒരു 50 കഴിയുമ്പോഴേ ആൾക്കാർക്ക് പലതും ഓർമ്മിക്കാൻ പറ്റുന്നില്ല. നമ്മൾ നല്ല പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കും, പക്ഷെ അയാളുടെ കണ്ടിട്ടുണ്ട്, നമുക്ക് നല്ലപോലെ അറിയാം, പക്ഷെ അയാളുടെ പേര് ഓർമ്മ വരുന്നു. പലരുടെയും ബുദ്ധിമുട്ടിതാണ്. ചിലരുടെ പേര് ഓർമ്മയുണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ രൂപം ഉള്ളിൽ തെളിയുന്നില്ല. പേരുണ്ട്, അതായത് ഓഡിയോ ഉണ്ടെങ്കിൽ വീഡിയോ ഇല്ല, വീഡിയോ ഉണ്ടെങ്കിൽ ഓഡിയോ ഇല്ല. രണ്ടും കൂടെ ചേർന്ന് പ്രവർത്തിച്ചാലേ നമുക്ക് ഒരു സിനിമയോ അല്ലെങ്കിൽ TV ഒക്കെ നല്ലപോലെ ആസ്വദിക്കാൻ പറ്റും. ഇപ്പോൾ രൂപമുണ്ട് എന്ന് പറഞ്ഞാൽ വീഡിയോ ഉണ്ട്, ആളിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല, അതായത് ഓഡിയോ ഇല്ല. ചില ആൾക്കാരുടെ രൂപം ഉള്ളിലുണ്ട്, പേരറിയാൻ പറ്റുന്നില്ല. ചിലരുടെ പേരറിയാം, ഓഡിയോ ഉണ്ട്, പക്ഷെ അയാളുടെ രൂപം ഉള്ളിൽ തെളിയുന്നില്ല. ഇങ്ങനെ വിസ്മൃതി രോഗത്തിന് വശംവദരായവർ, അതുപോലെയാണ് അജ്ഞാനികളുടെ സ്ഥിതി. താൻ ആത്മാവായിരിക്കെ താൻ ആരാണ് എന്നുള്ള കാര്യം മറന്നുപോയിരിക്കുന്നു. എന്തുകൊണ്ട് മറവി സംഭവിക്കുന്നു? വിസ്മൃതി. അതിന് കാരണമെന്ത്? അത് അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഈ വിസ്മൃതി എന്നുള്ള അവസ്ഥയെ എങ്ങനെ ദൂരീകരിക്കാം എന്നാലോചിക്കൂ. എന്തുകൊണ്ട് മനുഷ്യർക്ക് ഒരു ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഒരു സാധനം എവിടെയാണ് വെച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് മറന്നു പോകുന്നു എന്നുള്ള ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല, അതിന് ഉത്തരം കിട്ടിയിട്ടും കാര്യമില്ല. ഈ വിസ്മൃതിയെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം, അതിലാവണം ഒരു വ്യക്തി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അപ്പോൾ സ്വരൂപ വിസ്മരണ രൂപത്തിലുള്ളതാണ് അജ്ഞാനം. സ്വരൂപം എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവാണ് എന്ന സത്യത്തെ ജീവന്മാർ എങ്ങനെയോ വിസ്മരിച്ചിരിക്കുന്നു. എപ്പോൾ വിസ്മരിച്ചു, എന്തുകൊണ്ട് വിസ്മരിച്ചു, ഏത് സാഹചര്യത്തിലാണ് ആ വിസ്മൃതി സംഭവിച്ചത്, ഇതൊന്നും വിശകലനം ചെയ്തിട്ട് കാര്യമില്ല. ഇതിനുള്ള പരിഹാരമെന്ത്? ആ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഈ അസുഖം മാറും. ഇപ്പം വിസ്മരണത്തിനുള്ള പരിഹാരം എന്താണ്? സ്മരണ, ഓർമ്മിക്കുക. മറന്നുപോയതിനെ ആവർത്തിച്ച് ചിന്തിച്ച് ഓർമ്മിക്കുക. അതല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് ഈ അജ്ഞാനത്തെ അകറ്റാൻ ഭൗതിക സങ്കല്പങ്ങളെ ഉപേക്ഷിക്കണം. ഭൗതിക സങ്കല്പങ്ങളാണ് താൻ ആത്മാവാണ് എന്നുള്ള മറ സൃഷ്ടിക്കുന്നത്. ബാഹ്യ വിഷയങ്ങളിൽ ഭ്രമിച്ചു പോകുന്നു മനുഷ്യ മനസ്സ്. അപ്പം അത് ഭൗതിക സങ്കല്പങ്ങൾ കാരണമാണ്. പ്രപഞ്ചത്തിന് സത്യത്വം നൽകുന്നത് കൊണ്ടാണ് തന്നെ മനുഷ്യർ മറന്നുപോയിരിക്കുന്നത്, തൻ്റെ സ്വരൂപത്തെ മറക്കുന്നത്. ഇപ്പം അതിനുള്ള പരിഹാരം അല്ലെങ്കിൽ പ്രതിവിധി എന്താണ്? ബുദ്ധിയെ അതിൽ തന്നെ ധ്യാനം കൊണ്ട് ഏകാഗ്രപ്പെടുത്തുക. നമ്മൾ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മുറിക്കകത്ത് കയറി വാതിലും ജനാലകളും ഒക്കെ അടച്ച് അങ്ങനെ കണ്ണും അടച്ചിരുന്നാലേ ധ്യാനമാവൂ എന്നൊരു തെറ്റിദ്ധാരണ പലരുടെയും ഉള്ളിലുണ്ട്. അത് ശരിയായ ധാരണയല്ല, തെറ്റായ ധാരണ തന്നെയാണ്. ധ്യാനം എന്ന വാക്കിൻ്റെ അർത്ഥം ഏകാഗ്രത എന്നാണ്. ഏകാഗ്രതയ്ക്ക് ഏകാന്തത കൂടിയേ തീരൂ എന്ന് നിർബന്ധമില്ല. ഏകാന്തതയിൽ നമ്മൾ ഇരുന്നാൽ പോലും ഏകാഗ്രത ലഭിക്കണമെന്ന് നിർബന്ധമില്ല. ജനമധ്യത്തിലും ഏകാഗ്രത സംഭവിക്കുന്നതിന് വിരോധവുമില്ല. മനസ്സ് ഫോക്കസ്ഡ് ആവണം. മനസ്സ് ഈ സത്യവസ്തുവിൽ തന്നെ പറ്റി നിന്നാൽ അതാണ് വാസ്തവത്തിൽ ഏകാഗ്രത. സത്യത്തെ മറക്കാതെ ഇരുന്നാൽ, സത്യത്തെ നിരന്തരം ഓർമ്മിക്കുക വഴിയാണ് അതിനെ കണ്ടെത്തേണ്ടത്. അതിനെയാണ് ധ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ ധ്യാനം എന്നുള്ള ആ വാക്ക് പ്രയോഗിക്കപ്പെടുന്നത് മറ്റർത്ഥങ്ങളിലാണെങ്കിലും ശരിക്കുള്ള ധ്യാനം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഏകാഗ്രതയാണ്. ചിലർ ഈ TV സീരിയലുകളും മറ്റുമൊക്കെ കാണുമ്പോൾ പ്രപഞ്ചത്തെ തന്നെ മറന്നുപോകും. വീട്ടിൽ കള്ളം കയറി വീട്ടിലുള്ള സാധനങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് പോയാലും ഇവരറിയത്തില്ല. ഇങ്ങനെ മിഴിച്ച് ആ TV-യിൽ തന്നെ ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കും. അത് ഒരു തരത്തിലുള്ള ധ്യാനമാണ്. ഏകാഗ്രതയാണ് അവിടെ സംഭവിക്കുന്നത്. കള്ളം വന്നതും പോയതും ഒന്നും അവരറിയുന്നില്ല. അവയെ കള്ളം ചോദിക്കും, ആ ആഭരണങ്ങളൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? അത് ആ അലമാരയുടെ അകത്തുണ്ട് എന്ന് ഉത്തരവും പറയും. ആരാണ് വീട്ടിൽ കയറി വന്ന ഒരാൾ ഈ ആഭരണങ്ങൾ എവിടെ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നവൻ ആരാണ്? അത് നമ്മുടെ വീട്ടുകാരാണോ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരാണോ? ഒന്നും ആലോചിക്കാതെ ആ
കഥയിലുള്ള താല്പര്യ നിമിത്തം അടുത്തതെന്ന് സംഭവിക്കുമെന്നുള്ള ആ ഒരു ആകാംക്ഷ നിമിത്തം കള്ളം വന്ന ആഭരണങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും നൽകും. എന്നിട്ട് ഈ ടി വിയിൽ കണ്ണും നട്ടിരിക്കും. അപ്പോൾ ഏകാഗ്രത നമുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ കാര്യത്തിലാണ് ഏകാഗ്രത. എല്ലാവർക്കും ഏകാഗ്രതയുണ്ട്. ചിലരൊക്കെ ഏതെങ്കിലും പുസ്തകം വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ സ്വയം മറക്കും, ചുറ്റുപാടുകളൊക്കെ മറന്നുപോകും, ആ വായനയിൽ തന്നെ മുഴുകിയിരിക്കും. അതൊക്കെ ഏകാഗ്രതയാണ്. ആത്മതത്വത്തിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഏകാഗ്രത ഇല്ലാത്തത്. മറ്റ് പല ലൗകിക വിഷയങ്ങളിലും ആവശ്യത്തിൽ കൂടുതൽ ഏകാഗ്രതയുണ്ട്. അപ്പോൾ ഏകാഗ്രത ആത്മതത്വത്തിൽ ആവണം. അതിനുള്ള പരിശീലനം ആവശ്യമാണ്. ബുദ്ധിയെ ആത്മതത്വത്തിൽ തന്നെ ധ്യാനം കൊണ്ട് ഏകാഗ്രപ്പെടുത്തുക, അതാണ് വേണ്ടത്. ധ്യാനം കൊണ്ട് ഏകാഗ്രപ്പെടുന്ന സൂക്ഷ്മ ബുദ്ധിക്ക് പരമാത്മതത്വം അജ്ഞാന ആവരണം മാറി സൂര്യതുല്യം പ്രകാശിക്കുന്നതാണ്. അതായത് ധ്യാനത്തിലൂടെ ഏകാഗ്രത നേടുന്ന ബുദ്ധിയുടെയും അധിഷ്ഠാനമായിരിക്കുന്ന ആത്മതത്വത്തെ മറമാറ്റി സൂര്യതുല്യം അറിയും, അതിൻ്റെ സ്വരൂപത്തെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അജ്ഞാന ആവരണം അല്ലെങ്കിൽ അജ്ഞാന മറ നീങ്ങണം. അതിന് സഹായിക്കുന്നത് മനസ്സിൻ്റെ ഏകാഗ്രതയാണ്. പല വിഷയങ്ങളിൽ ചിതറിപ്പോകുന്നു നമ്മുടെ മനസ്സ്. പലതരം വിചാരങ്ങൾ, പലതിനെയും കുറിച്ചുള്ള ചിന്തകൾ, അതിലൊക്കെ പെട്ട് നമ്മുടെ മനസ്സ് വല്ലാണ്ട് ആടി ഉലയുന്നു. ആ മനസ്സ് ഒന്ന് ശാന്തമായാൽ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. അങ്ങനെ മനസ്സിനെ വീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സ് എന്തിനൊക്കെയാണ് ചിന്തിക്കുന്നത് എന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞ് അന്വേഷിക്കാനുള്ള ഒരു പാകതയുണ്ടാകുമ്പോൾ മനസ്സിൻ്റെ ചാഞ്ചല്യം കുറച്ചായി ഉപശമിക്കും. അപ്പോൾ നിശ്ചലമായ അധിഷ്ഠാനത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റുകയും ചെയ്യും. സത്യം കണ്ടവരാരുമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ വേദാന്തികളുടെ ഏകകണ്ഠമായ ഈ പ്രഖ്യാപനത്തെ സശ്രദ്ധം ചെവിക്കൊള്ളേണ്ടതാണ്. ആത്മാവിനെ കണ്ടവരാരുമില്ല, ആത്മാവ് മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരാരും ആത്മാവിനെ കണ്ടെത്താൻ ശ്രമിക്കാത്തവരാണ്. ആത്മാവിനെ കണ്ടെത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ സംസാരിക്കാം. നമ്മൾ ശ്രമം തന്നെ ആരംഭിച്ചിട്ടില്ല. അവനവൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല. അങ്ങനെയുള്ളവരാണ് സത്യം കണ്ടവരാരുമില്ല എന്നൊക്കെ വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് നടക്കുന്നത്. അവർ വേദാന്തികളുടെ ഏകകണ്ഠമായ ഈ പ്രഖ്യാപനത്തെ സശ്രദ്ധം ചെവിക്കൊള്ളേണ്ടതാണ്. എന്താണ് വേദാന്തികൾ പറയുന്ന ഏകകണ്ഠമായ അഭിപ്രായം? ഇത്രയേ ഉള്ളൂ. ധ്യാനം കൊണ്ട് ഏകാഗ്രപ്പെടുന്ന സൂക്ഷ്മ ബുദ്ധിക്ക് പരമാത്മതത്വം അജ്ഞാന ആവരണം മാറി സൂര്യതുല്യം പ്രകാശിക്കും. ഇത് തന്നെയാണ് വേദാന്തവും വേദാന്തികളും കണ്ടെത്തിയ അന്തിമ സത്യം. അപ്പം അതിനുവേണ്ടി ശ്രമിക്കാതെ അതൊക്കെ വെറും ഭോഷ്കാണ്, അതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു നടക്കുന്നവർ വിഡ്ഢികൾ മാത്രമാണ്. ഈ അനുഭൂതി രഹസ്യം തന്നെയാണ് പരവളി തന്നിൽ ഉയർന്ന ഭാനുമാൻ എന്ന വരിയിൽ ഗുരുദേവനും പ്രസ്താവിച്ചിരിക്കുന്നത്. പരവളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ തിരൂരുവാണു തിരിഞ്ഞു തേറിടേണം. പരവളി തന്നിൽ ഉയർന്ന ഭാനുമാൻ എന്ന് പറഞ്ഞാൽ അജ്ഞാനാവരണം നീങ്ങി ഹൃദയാകാശത്തിൽ പ്രകാശിക്കുന്ന സൂര്യതുല്യം പ്രകാശിക്കുന്ന ആത്മതത്വത്തെ എത്രയോ ആളുകൾ സാക്ഷാത്കരിച്ചിട്ടുണ്ട്. അപ്പം അവരെയൊക്കെ ഒന്നടങ്കം അധിക്ഷേപിച്ച് പുച്ഛിച്ച് തള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധമായ കലർപ്പില്ലാത്ത ധാർഷ്ട്യമല്ലാതെ മറ്റൊന്നുമല്ല. ഇക്കാര്യത്തിൽ സംശയമുള്ളവരുണ്ടെങ്കിൽ തിരഞ്ഞു തേറിടണം എന്നിങ്ങനെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള പ്രചോദനവും ഇതോടൊപ്പം നൽകിയിരിക്കുന്നു. ഈ ആത്മാവ് ദൈവം അതൊന്നുമില്ല, അതിനെയൊന്നും സാക്ഷാത്കരിക്കാൻ പറ്റില്ല. അതൊക്കെ ആളുകൾ ഇങ്ങനെ ചുമ്മാ വിശ്വസിച്ച് നടക്കുന്നു. അമ്പലങ്ങളിൽ പോകുന്നു, വഴിപാട് നടത്തുന്നു, പൂജ അങ്ങനെയൊക്കെ ചെയ്യുന്നു, സ്തോത്രങ്ങൾ ചൊല്ലുന്നു. അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രമേ കൊള്ളാവൂ, ഈശ്വരനെ അനുഭവിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നവരോടാണ് തിരഞ്ഞു തേറിടേണം എന്ന നിർദ്ദേശം നൽകുന്നത്. നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഈശ്വരതത്വം എന്താണ്, അതിനെ എവിടെയാണ് അന്വേഷിക്കേണ്ടത്, എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത്? ഇതൊന്നും അറിയാതെ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞു നടക്കുന്നതിൽ അർത്ഥമില്ല. തിരഞ്ഞു തേറുക,
അങ്ങനെയായാൽ ആ സത്യത്തെ കണ്ടെത്താൻ പറ്റും എന്നുള്ള ഒരു പ്രചോദനവും ഈ ശ്ലോകത്തിൽ ഗുരുദേവൻ നൽകുന്നു. ഇവിടുത്തെ പരവിളി ശബ്ദത്തിന് നിർവികൽപ്പജ്ഞാനമെന്നോ ദഹരാകാശമെന്നോ അർത്ഥം പറയാം. പരവിളി തന്നിൽ ഉയർന്ന ഭാനുമാൻ സൂര്യൻ, പരമാകാശത്തിൽ ഉദിച്ചുയരുന്ന സൂര്യൻ. അവിടെ ആ പരവിളി എന്നുള്ളതിന് നിർവികൽപ്പജ്ഞാനം എന്നർത്ഥം പറയാം. എന്താണ് നിർവികൽപ്പജ്ഞാനം? ദ്വൈതത്തെ അംഗീകരിക്കാത്ത അറിവ്. എവിടെ മറ്റൊന്നിൻ്റെ അനുഭവമില്ലയോ, കേവലമായ അനുഭവം മാത്രം ഉള്ള സ്ഥലമാണ് ദഹരാകാശം. അതിനെ തന്നെ നിർവികൽപ്പജ്ഞാനം. ദഹരാകാശം എന്ന് പറയുന്നത് ഹൃദയാന്തർഭാഗത്ത്, ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തം പമ്പ് ചെയ്യുന്ന അവയവമല്ല. ഞാൻ എന്ന അനുഭവം ശരീരത്തിൻ്റെ ഉള്ളിൽ എവിടെയോ അനുഭവപ്പെടുന്നു. അതിൻ്റെ ശരിക്കുള്ള സ്ഥാനം നിർണ്ണയിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഞാൻ എന്നുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ട്. ഞാനുണ്ട്, എനിക്ക് ഒന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് വേണം, അല്ലെങ്കിൽ ഒന്ന് വേണ്ട. ഈ ഞാൻ എന്നുള്ള ആ കേന്ദ്രബിന്ദു, അതിൻ്റെ ആ അനുഭവം ഉള്ളിലുണ്ട് എന്നുള്ളത് നമ്മൾ അറിയും. പക്ഷെ ഉള്ളിൽ എവിടെ, ഏത് സ്പോട്ടിൽ, ഏത് സ്ഥാനത്താണ് ഈ ഞാനിൻ്റെ അനുഭവം എന്ന് ചോദിച്ചാൽ ആ സ്ഥാനത്തെയാണ് ദഹരാകാശം എന്ന് പറയുന്നത്. അത് ശരീരത്തിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേക സ്ഥാനമല്ല, അത് ആത്മാവ് തന്നെയാണ്. ആത്മാവാണ് ഞാനായി പ്രകാശിക്കുന്നത്. ആ ഞാനിൻ്റെയും അധിഷ്ഠാനമായിരിക്കുന്ന ആത്മതത്വത്തെ തന്നെയാണ് നിർവികൽപ്പജ്ഞാനം അല്ലെങ്കിൽ ദഹരാകാശം. ദഹരാകാശം എന്നുള്ളതിന് ദഹ്രാകാശം എന്നും പറയാറുണ്ട്. ദഹരൻ തന്നെയാണ് ദഹ്രം. അത് ആത്മതത്വമല്ലാതെ മറ്റൊന്നുമല്ല. അത് ശരീരത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, സർവവ്യാപകമാണ് ഈ ആത്മതത്വം. ഒരു ശരീരത്തിൽ അത് ഞാൻ എന്ന അനുഭവമായി പ്രകാശിക്കുന്നു. ആ അനുഭവത്തിന് ശരീരവുമായി യാതൊരു ബന്ധവുമില്ല. തൽക്കാലം നമുക്ക് ശരീരത്തിൻ്റെ ഉള്ളിലാണ് ആ അനുഭവം എന്ന് പറയാമെന്നല്ലാതെ അത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സത്യത്തിൻ്റെ പ്രകടനമാണ്. തൽക്കാലം ശരീരത്തിൻ്റെ ഉള്ളിൽ. മനസ്സെവിടെയാണ്? ശരീരത്തിൻ്റെ ഉള്ളിൽ. ചിലർ പറയുന്നത് തലച്ചോറിൻ്റെ ഉള്ളിൽ എന്നാണ്. തലച്ചോറിന് ക്ഷതം സംഭവിച്ചാൽ ബുദ്ധിഭ്രമം സംഭവിക്കും, ഭ്രാന്ത് പിടിക്കും. പക്ഷേ തലച്ചോറ് വേറെ, മനസ്സ് വേറെയാണ്. മനസ്സ് പ്രവർത്തിക്കുന്നത് തലച്ചോറിലൂടെയാണ് എന്നതുകൊണ്ട് മാത്രം മനസ്സും തലച്ചോറും ഒന്നാണ് എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. ബൾബിലൂടെ വൈദ്യുതി പ്രവർത്തിക്കുന്നു, അപ്പോഴാണ് പ്രകാശം ഉണ്ടാകുന്നത്. ബൾബ് ഒരു മാധ്യമം മാത്രമാണ്. ബൾബിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ബൾബ് പ്രകാശിക്കുന്നു എന്നുള്ളത് കൊണ്ട് ബൾബും വൈദ്യുതിയും ഒന്നാവുമോ? വൈദ്യുതി തന്നെ പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നത് ബൾബ് എന്ന മാധ്യമത്തിലൂടെയാണ്. മാധ്യമം കൂടിയേ തീരൂ. വൈദ്യുതിക്ക് അന്തരീക്ഷത്തിലൂടെ പ്രവഹിക്കാൻ പറ്റില്ല. ഏതെങ്കിലും വയറോ ഏതെങ്കിലും കമ്പിയോ അതിലൂടെയാണ് വൈദ്യുതി സാധാരണ പ്രവഹിക്കാറുള്ളത്. അത് ഓരോ ഗൃഹോപകരണങ്ങളിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ഓരോ തരത്തിലത് പ്രകടമാകുന്നു. മിക്സിയിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ മിക്സി കറങ്ങാൻ തുടങ്ങുന്നു. അതുപോലെ ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ചിലത് അരയ്ക്കും, ചിലത് പൊടിക്കും, ചിലത് തണുപ്പിക്കും, ചിലത് ചൂടാക്കും. ഹീറ്ററിലും പ്രവർത്തിക്കുന്നത് വൈദ്യുതി തന്നെയാണ്. റെഫ്രിജറേറ്ററിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതും വൈദ്യുതി തന്നെയാണ്. റെഫ്രിജറേറ്ററിൻ്റെ ഉള്ളിൽ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ഹീറ്ററിൽ നിന്ന് പുറത്തു വരുന്നത് ഹീറ്റ് അല്ലെങ്കിൽ താപമാണ്. ഈ ഒരേ വൈദ്യുതി എങ്ങനെയാണ് ചൂടിനും തണുപ്പിനും കാരണമാകുന്നത്? ആ ശക്തി അതിനുണ്ട്. ഏത് മാധ്യമത്തിലൂടെ അത് പ്രവർത്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ചൂടാണോ തണുപ്പാണോ എന്നുള്ള അനുഭവം. ഇതുപോലെ ഈ ആത്മശക്തി അല്ലെങ്കിൽ ആത്മാവ് മനസ്സ് എന്ന ഉപാധിയിലൂടെയാണ് സാധാരണ പ്രവർത്തിക്കുന്നത്. അങ്ങനെ മനസ്സിലൂടെ അത് തന്നെ പ്രകടിപ്പിക്കുമ്പോഴാണ് ഞാൻ എന്ന വ്യക്തിത്വ അനുഭവം, വ്യക്തി അനുഭവം, ഞാനൊരു വ്യക്തിയാണ് എന്നുള്ള അനുഭവം ഉണ്ടാകുന്നത് മനസ്സിലൂടെ ഈ ആത്മതത്വം പ്രകടമാകുമ്പോഴാണ്. മനസ്സ് വേണമെന്നില്ല, ആത്മാവിന് സ്വയം പ്രകടമാകാൻ പറ്റും. മനസ്സിൻ്റെ സഹായം ആവശ്യമില്ല. ആത്മാവ് സ്വയം പ്രകാശകമായ സത്യമായതുകൊണ്ട് ഒരു ഉപാധിയുടെയും സഹായമില്ലാതെ തന്നെ അത് സ്വയം പ്രകാശിക്കും. അങ്ങനെ പ്രകാശിക്കുന്ന അതിനെ അതിൻ്റെ ശുദ്ധരൂപത്തിൽ കണ്ടെത്തുമ്പോഴാണ്
അതെന്താണ് എന്ന കാര്യം ഒരാൾക്ക് പിടികിട്ടുന്നത്. പിന്നീട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ആത്മതത്വം തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഞാനായി പ്രകാശിക്കുന്നത് എന്ന സത്യത്തെയും ആ വ്യക്തി തിരിച്ചറിയുന്നു. സങ്കല്പരഹിതമായ ബോധാനുഭവമാണ് നിർവികൽപജ്ഞാനം എന്നും നേരത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സങ്കല്പമുക്തമായ എന്ന് പറഞ്ഞാൽ സങ്കല്പങ്ങളുമായി ചേർന്ന് നിൽക്കാതെ സ്വതന്ത്രമായി നിൽക്കുന്ന ബോധ അനുഭവം. ബോധം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ബ്രഹ്മം, ആത്മാവ്, ചിത്ത് എന്നൊക്കെ പറയുന്നത്. അത് അനശ്വരമായ ഒരു സത്തയാണ്. അഴിവില്ലാത്ത നിലനിൽപ്പിൻ്റെ പേരാണ് ആത്മാവ്. ആ ആത്മാവിന് നാശം എന്ന ഒന്ന് ഒരിക്കലും സംഭവിക്കുകയില്ല. അതിൻ്റെ സ്വരൂപം ആനന്ദമാണ്. ആനന്ദത്തിൻ്റെ ഒരു ഖനിയാണ് ഈ ആത്മാവെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരാൾ ആത്മാനുഭവത്തിലൂടെ ഞാൻ ആത്മാവാണ് എന്ന് മാത്രമല്ല അറിയുന്നത്, ആ ആത്മാവിനെ അറിയുന്നതോടുകൂടി അയാൾ ഒരു ആനന്ദ സാഗരത്തിൽ ആറാടാൻ തുടങ്ങും. എന്തെന്നില്ലാത്ത ഒരു ശാന്തിയും സുഖവും അയാൾക്ക് നിരന്തരം അനുഭവപ്പെടാൻ തുടങ്ങും. അങ്ങനെ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞതുപോലെയാണ്. താൻ ആരാണ് എന്നുള്ള തിരിച്ചറിവും ഉണ്ടാകുന്നു. അതോടൊപ്പം എന്തെന്നില്ലാത്ത ഒരു ആനന്ദാനുഭൂതിയും ജ്ഞാനിക്ക് കൈവരുന്നു. അപ്പോൾ സങ്കല്പരഹിതമായ ബോധാനുഭവമാണ് നിർവികൽപജ്ഞാനം എന്ന് നേരത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ കൃതിയിൽ തന്നെ എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ വായിക്കുന്നത് രണ്ടാമത്തെ ശ്ലോകമാണ്. ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ടാവണം, എനിക്ക് ഓർമ്മയില്ല. ഒന്നാമത്തെ ശ്ലോകത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലാതെ ചുമ്മാ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല. നേരത്തെ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നിർവികൽപജ്ഞാനമായി സ്വയം പ്രകാശിക്കുന്നതാണ് പരമാത്മവസ്തു. നിർവികൽപജ്ഞാനം എന്ന് പറഞ്ഞാൽ, വികല്പം എന്നുള്ള വാക്കിന് സംശയം എന്നാണ് അർത്ഥം. സംശയരഹിതമായി തൻ്റെ ഉണ്മയെ അത് സദാ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനുണ്ട് എന്നുള്ള അനുഭവം ഉറങ്ങുമ്പോൾ ഇല്ല. ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങുന്നു എന്ന് അനുഭവിച്ചുകൊണ്ട് ഉറങ്ങിയ ആരെങ്കിലും ഉണ്ടോ? ഉറക്കമെന്ന് പറയുന്നത് ഒരു വിസ്മൃതിയാണ്. എല്ലാം മറന്ന നിലയാണ്. ലോകത്തെ മറന്നു, ശരീരത്തെ മറന്നു, മനോബുദ്ധികളെ മറന്നു, ഞാനുണ്ട് എന്നുള്ള കാര്യത്തെയും മറന്നു. എല്ലാറ്റിനെയും മറന്ന് സർവവിസ്മരണം, അതാണ് ഗാഠനിദ്രയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഞാൻ പോലും മറക്കപ്പെടാവുന്ന ഒന്നാണ്. പക്ഷേ ഞാനിൻ്റെ അധിഷ്ഠാനമായ ആത്മതത്വത്തെ വിട്ട് നമുക്ക് നിൽക്കാൻ സാധ്യമല്ല. ഞാൻ സ്വയം മറന്നുറങ്ങി, ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഇതാണ് ഗാഠനിദ്രയിൽ നിന്ന് ഉണർന്നു വരുന്ന ഒരു വ്യക്തിയുടെ അനുഭവം. ഞാൻ ഒന്നും അറിഞ്ഞില്ല, എല്ലാം മറന്നുറങ്ങി എന്നാണ് പറയുന്നത്. നല്ല സുഖമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്നലെ സുഖമായിട്ട് കിടന്നുറങ്ങി, ക്ഷീണമൊക്കെ മാറി, യാത്രാക്ഷീണമൊക്കെ മാറി. ഐ ഹാഡ് എ സൗണ്ട് സ്ലീപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഞാൻ ഗാഠനിദ്രയിൽ കഴിഞ്ഞു. അപ്പോൾ ആ ഗാഠനിദ്രയിൽ ഞാൻ പോലും അപ്രത്യക്ഷമാകുന്നു, മറഞ്ഞു പോകുന്നു. പക്ഷേ ഞാൻ മറഞ്ഞു പോകുന്ന സ്ഥലത്ത് അനുഭവം മറഞ്ഞു പോകുന്നുണ്ടോ? ഇതാണ് വേദാന്തം നമ്മോട് ചോദിക്കുന്ന ചോദ്യം. ഞാനെന്നുള്ള അനുഭവം മറഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങുന്നു എന്ന് പോലും അറിയാൻ പറ്റാതെ നാം കിടന്നുറങ്ങുന്നത്. പക്ഷേ അനുഭവം ഒടുങ്ങുന്നില്ല. ഗാഠനിദ്ര, ആ നിദ്രയിൽ നാം അനുഭവിക്കുന്ന അനിർവചനീയമായ സുഖം, ഭോഗപദാർത്ഥങ്ങളൊന്നുമില്ല. ജാഗ്രതത്തിൽ നമുക്ക് സുഖം നൽകുന്ന ഒന്നും നമ്മുടെ സുഷുപ്തിയിലില്ല. പിന്നെ എവിടെ നിന്ന് കയറി വരുന്നു ഈ സുഷുപ്തിയിൽ ഓരോ ജീവനും അനുഭവിക്കുന്ന സുഖം? അത് എവിടെ നിന്നും കയറി വന്നതല്ല, പുറത്തു നിന്ന് ഉള്ളിലേക്ക് വന്നതല്ല. അത് ഉള്ളിൽ തന്നെയുള്ള സുഖമാണ്. അത് ആത്മാവിൽ നിന്ന് കിട്ടുന്ന സുഖമാണ്. ആത്മാവ് സുഖസ്വരൂപമായതുകൊണ്ടാണ് ആത്മാനുഭവത്തിന് തടസ്സമായിരുന്ന ഞാൻ മറഞ്ഞു പോകുമ്പോൾ ആ സുഖം മറമാറി പുറത്തു വരുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആത്മാനുഭവത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഞാൻ എന്ന ജീവബോധമാണ്. അതിന് തന്നെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ആ അഹങ്കാരം ലയിക്കുമ്പോൾ ആത്മാനുഭവം ഒരു തടസ്സവുമില്ലാതെ പ്രകാശിക്കാൻ തുടങ്ങുന്നു. അതാണ് ഉറക്കത്തിൽ ഓരോ ജീവിയും അനുഭവിക്കുന്ന സുഖത്തിൻ്റെ പാരമ്യത. ഏത് ജീവി കിടന്നുറങ്ങിയാലും ആ ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന സുഖം തുല്യമാണ്. ഒരു പൂച്ചയോ പട്ടിയോ ഉറുമ്പോ തേനീച്ചയോ കൊതുകോ മൂട്ടയോ എന്ത് സാധനം വേണമെങ്കിലും, ഏത് ജീവി വേണമെങ്കിലും കിടന്നുറങ്ങിക്കോട്ടെ. അതുപോലെ
ഊർധ്വലോകവാസികളായ ദേവന്മാർ, ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ തുടങ്ങിയ ദേവന്മാർ ഉറങ്ങിയാലും നമ്മുടെ ഉറക്കത്തിൽ നമുക്ക് കിട്ടുന്ന സുഖം എന്താണോ അതേ സുഖം തന്നെയാണ് അവർക്ക് ലഭിക്കുന്നത്. ത്രിമൂർത്തികളും അനുഭവിക്കുന്ന സുഖം ഈ സുഖമാണ്. കാരണം എല്ലാവരുടെ ഉള്ളിലും ഈ ആത്മാവുണ്ട്. ആത്മാവാണ് ദേവന്മാരായും യക്ഷന്മാരായും ഗന്ധർവന്മാരായും മനുഷ്യരായും കൃമികീടങ്ങളായും വൃക്ഷലതാദികളായും എല്ലാം പ്രകാശിക്കുന്നത്. എല്ലാറ്റിൻ്റെ ഉള്ളിലും ഈ ആത്മാവ് പ്രവേശിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് ആ ജീവഭാവം അല്ലെങ്കിൽ മനസ്സ് അത് ലയിക്കുമ്പോൾ എല്ലാവരും ഈ ആത്മാനന്ദത്തെയാണ് അനുഭവിക്കുന്നത്. നിർവികൽപ്പ ജ്ഞാനമായി സ്വയം പ്രകാശിക്കുന്നതാണ് പരമാത്മവസ്തു. ഉറക്കം അജ്ഞാനം കട്ടിപിടിച്ച ഒരവസ്ഥയല്ലേ? അതിനെ എങ്ങനെ ആത്മാനുഭവമായി ചിത്രീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് അവിടെ ആത്മാവിനെ കുറിച്ചുള്ള അറിവുണ്ടാകുന്നില്ല. പക്ഷെ ആത്മാവിൻ്റെ സ്വരൂപമായ ആനന്ദം അനുഭവപ്പെടുന്നുണ്ട്. ആത്മാവ് സത്ത്, ചിത്ത, ആനന്ദം, ഇത് മൂന്നല്ല. മൂന്ന് വാക്കുകൊണ്ട് ആത്മസ്വരൂപത്തെ വിവരിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. സത്ത് തന്നെയാണ് ചിത്ത്, ചിത്ത് തന്നെയാണ് ആനന്ദം, ആനന്ദം തന്നെയാണ് സത്ത്. ഈ സച്ചിദാനന്ദം എന്നുള്ള 3 അംശങ്ങളിൽ സദ്ഭാവം മറഞ്ഞു പോകുന്നു, ചിദ്ഭാവവും മറഞ്ഞു പോകുന്നു. സദ്ഭാവം മറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാനുണ്ട് എന്ന അനുഭവം ഗാഠനിദ്രയിലില്ല. ഉണ്മയുടെ അനുഭവം മറഞ്ഞു പോകുന്നു. ഞാനുണ്ട്, ഞാൻ ഉറങ്ങുകയാണ് എന്നൊന്നും നമ്മൾ ഉറക്കത്തിൽ അറിയുന്നില്ല. അതുകൊണ്ട് സദ്ഭാവത്തിന് മറവ് സംഭവിച്ചിരിക്കുന്നു. ചിദ്ഭാവവും മറഞ്ഞു പോയിരിക്കുന്നു. ചിത്ത് എന്ന് പറഞ്ഞാൽ ബോധം, അറിവ്, ജ്ഞാനം. ഞാൻ ഉറങ്ങുകയാണ് എന്നറിയില്ലല്ലോ. ഞാനിപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കമാണ് ഞാനിപ്പോൾ ഉറക്കത്തെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അറിവില്ലാത്തത് കൊണ്ട് അറിവ് അവിടെ അപ്രത്യക്ഷമായിരിക്കുന്നു. അതായത് ചിദംശവും അവിടെ ലയിച്ചു പോയിരിക്കുന്നു. പക്ഷേ ഉറക്കത്തിൽ നാം അനുഭവിക്കുന്ന ആനന്ദം, സുഖം, അത് ആത്മാവിൻ്റെ ആനന്ദം എന്ന അംശത്തെ തുറന്നു കാണിക്കുന്നു. ആത്മാവ് ആനന്ദമാണ് എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഉറക്കം എന്ന അനുഭവം. ആ ആത്മാവിനെ സാക്ഷാത്കരിച്ചാൽ അനന്തമായ സുഖം ലഭിക്കുമെന്ന് പറയുന്നത് സത്യം തന്നെയാണ്. ഒന്ന് ഉറങ്ങിയാൽ തന്നെ എന്തൊരു സുഖമാണ്. അപ്പോൾ പിന്നെ അതിനെ അനുഭവിച്ചു കഴിഞ്ഞാൽ ആ സുഖത്തിന് അതിരുകൾ ഉണ്ടാവില്ല. അനന്തമായ സുഖമായിരിക്കും അപ്പോൾ ഒരാൾക്ക് ലഭിക്കുക.